ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 28. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. 1977 ലോകത്തിൽ എല്ലായിടത്തും ഡേ 28. ജനുവരി 1, 1977 ദിവ്യമാതൃത്വ തിരുനാൾ 116. എൻ്റെ പ്രകാശത്തിൽ നടക്കുക. വത്സലസുതരെ, പുതുവർഷം ഇന്ന് എന്നോടുകൂടി തുടങ്ങുക. ഇന്നേ ദിവസം എൻ്റെ ദൈവമാതൃത്വത്തെപ്പറ്റി ധ്യാനിക്കാൻ സഭ നിങ്ങളെ ക്ഷണിക്കുന്നു. എൻ്റെ പുത്രൻ യേശു അവൻ്റെ അമ്മയിൽ സുരക്ഷിതത്വവും സംരക്ഷണവും കണ്ടെത്താൻ വേണ്ടി തന്നെ മുഴുവനായി എനിക്ക് ആത്മാർപ്പണം ചെയ്തതുപോലെ നിങ്ങളും നിങ്ങളുടെ സ്വർഗീയ മാതാവിനാൽ നയിക്കപ്പെടുന്നതിന് വേണ്ടി എന്നോട് സമ്മതം മൂളുക. ഈ വർഷം എങ്ങനെയായിരിക്കും? ഏതേത് സംഭവങ്ങളാണ് നിങ്ങളെ പ്രതീക്ഷിച്ചു നിൽക്കുന്നത്? സ്നേഹസുതരെ, ഓരോ നിമിഷവും എൻ്റെ മാതൃഹൃദയത്തിൽ ജീവിക്കുന്നതിൽ നിന്ന് നിങ്ങൾ പരിശീലിച്ചാൽ ഭാവിയിൽ നിങ്ങൾക്കെന്ത് സംഭവിക്കുന്നതിനെപ്പറ്റി നിങ്ങൾ വ്യഗ്രതപ്പെടുകയില്ല. മനുഷ്യവർഗം ദൈവത്തിൽ നിന്ന് കൂടുതൽ അകന്നുകൊണ്ടിരിക്കുന്നു. ദൈവകൽപ്പനകൾ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇക്കാരണത്താൽ നവവത്സരത്തോടുകൂടി അന്ധകാരം നിബിഡമാകുകയും നിങ്ങളെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന അത്യാഹിതങ്ങളും പീഡനങ്ങളും ഉഗ്രതരമാകുകയും ചെയ്യും. സഭയിൽ തന്നെ പ്രതിസന്ധികൾ രൂക്ഷതരമാകും. കാരണം പ്രാർത്ഥനയ്ക്കും മാനസാന്തരത്തിനും പാപപ്രായശ്ചിത്തിനും വേണ്ടിയുള്ള എൻ്റെ അടിയന്തരാഹ്വാനം ചെവിക്കൊള്ളുന്നവരുടെ എണ്ണം തുലവും കുറഞ്ഞു വരും. നിർഭാഗ്യമെന്ന് പറയട്ടെ, എൻ്റെ സ്വരം ശ്രവിക്കാൻ കൂട്ടാക്കാത്തവരിൽ അനേകം വൈദികരുമുണ്ടാകും. തൽഫലമായി അജപാലകർക്ക് ലഭിക്കുന്ന പ്രകാശം ലോപിച്ചുകൊണ്ടിരിക്കും. അജഗണം അരക്ഷിതത്വത്തിൻ്റെയും വിഭജനത്തിൻ്റെയും അബദ്ധത്തിൻ്റെയും വിശ്വാസത്യാഗത്തിൻ്റെയും പാതകളിൽ ചിതറിക്കപ്പെടും. സഭയിലെ അജപാലകരെ, എൻ്റെ പുത്രൻ യേശു നിങ്ങൾക്ക് എന്താകാൻ ആഗ്രഹിക്കുന്നുവോ അതിലേക്ക് തിരിച്ചു വരിക. ഒരിക്കൽ കൂടി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി തീഷ്ണമതികളും ഉജ്ജ്വലമാനസരും ആകുവിൻ. ഒരിക്കൽ കൂടി സുവിശേഷ സത്യത്തിൻ്റെ ജാഗരൂകരായ കാവൻ ഭടന്മാരാകുവിൻ. ഒരിക്കൽ കൂടി യേശുവിനെ കാൽവരിയിലേക്ക് അനുഗമിക്കുക. ലോകത്താൽ നിങ്ങൾ പലപ്പോഴും ആരുടെ സാരൂപ്യം പ്രാപിക്കുന്നതിന് യത്നിക്കുന്നുവോ ആ ലോകത്താൽ മാർഗഭ്രംശം വരുത്തപ്പെടുകയോ പരിഭ്രാന്തരാകപ്പെടുകയോ ചെയ്യരുത്. നന്മയായിരിക്കും വിജയിക്കുക. വത്സലപുത്രന്മാരെ, ലോകത്തിലും സഭയിലും താണിറങ്ങുന്ന ഇരുട്ട് എത്രത്തോളം കടുത്തതാണോ അത്ര കൊണ്ടും സുസ്പഷ്ടമായിരിക്കും നിങ്ങൾക്ക് വഴികാട്ടുവാൻ വേണ്ടി എൻ്റെ വിമല ഹൃദയത്തിൽ നിന്നും നിർഗമിക്കുന്ന പ്രകാശവും. ഈ പ്രകാശത്തിൽ നടക്കുക. തൽഫലമായി നിങ്ങൾ എപ്പോഴും പ്രകാശത്താൽ നിറയ്ക്കപ്പെടും. എന്നെ അനുഗമിക്കുന്ന നിങ്ങളിൽ എൻ്റെ വിമല ഹൃദയം ഇപ്പോൾ തന്നെ വിജയം നേടിക്കഴിഞ്ഞിരിക്കുന്നു. അമ്മയുടെ ഹൃദയം വിജയം നേടുന്നത് അവളോട് വിശ്വസ്തരായി നിൽക്കുന്നവരുടെ ആത്മാക്കളുടെ ജീവിതങ്ങളിലാണ്. തിന്മ സർവത്ര വ്യാപിക്കുന്ന നേരത്ത് നന്മ അവരിൽ വിജയിക്കും. പാപം എല്ലാറ്റിനെയും ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ പ്രസാദപരവും ദൈവസ്നേഹവും അവരിൽ വിജയിക്കും. മനുഷ്യ മനസ്സുകളെ മലിനമാക്കാൻ അധികം പേർ യത്നിക്കുമ്പോൾ അവർ സത്യത്തിന് സാക്ഷ്യം വഹിക്കും. വിഭജനം മൂലം സഭയ്ക്ക് പരിക്കേൽക്കുകയാണെങ്കിൽ അവർ അവളെ സ്നേഹിക്കും. അവളുടെ ഏകത്വത്തിനു വേണ്ടി അവർ ജീവിക്കുന്നു. എൻ്റെ പുത്രൻ്റെ വികാരി അധികം ഏകാഗിയും പരിത്യക്തനുമാണെങ്കിലും അദ്ദേഹത്തിന് നിരന്തരമായ ആശ്വാസവും സംരക്ഷണവും നൽകാൻ അവർ കൂടുതൽ അദ്ദേഹത്തോട് അടുക്കുകയും ചെയ്യും. അതെ, എൻ്റെ ശത്രു ഈ സമയത്ത് സർവത്ര വിജയം വരിക്കുമ്പോൾ എൻ്റെ വിമല ഹൃദയം എൻ്റെ പ്രിയ പുത്രന്മാരുടെ ജീവിതത്തിൽ വിജയിക്കുന്നു. ഇക്കാരണത്താൽ കൂടുതൽ വിഷമതകളും വേദനാജനകരവുമായിട്ടുള്ള വർഷമാണ് നിങ്ങൾക്ക് ആരംഭിക്കാൻ പോകുന്നത്. എങ്കിലും ഭയപ്പെടേണ്ട. എല്ലാറ്റിനെയും മൂടിക്കളയുന്ന ഇരുട്ട് എത്ര കണ്ട് വർദ്ധിക്കുന്നുവോ അത്ര കണ്ട് ഉജ്ജ്വലമായി എൻ്റെ സാന്നിധ്യത്തിൻ്റെ വെളിച്ചം പ്രകാശിക്കും. ആകയാൽ വിശ്വാസത്തോടു കൂടെ നിർഭയമായും ഈ നവവത്സരം ആരംഭിക്കുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. എൻ്റെ പുത്രൻ യേശു നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും.
അവനോടുകൂടെ അവൻ്റെയും നിങ്ങളുടെയും അമ്മയും ഉണ്ടായിരിക്കും. ജനുവരി 13, 1977. 117. സ്നേഹിക്കാൻ നിങ്ങളെ ഞാൻ പഠിപ്പിക്കും. എൻ്റെ വാത്സല്യഭാജനമായ മകനെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, വളരെയധികം സ്നേഹിക്കുന്നു. ഇത് കേൾക്കാൻ നിനക്ക് വളരെ സന്തോഷമാണ്. ഇത് കൂടുതൽ പ്രാവശ്യം നിന്നോട് പറയുന്നത് നിൻ്റെ അമ്മയുടെ ഹൃദയത്തെ പ്രസാദിപ്പിക്കുന്നു. ഇപ്പോൾ മുതൽ നിൻ്റെ ഓരോ നിമിഷവും നിൻ്റെ ഓരോ പ്രവൃത്തിക്കും വഴികാട്ടേണ്ടത് സ്നേഹം മാത്രമായിരിക്കണം. പിതാവിനോടുള്ള സ്നേഹം, പുത്രനോടുള്ള സ്നേഹം, പരിശുദ്ധാത്മാവിനോടുള്ള സ്നേഹം, ദൈവികവും പരമപരിശുദ്ധവുമായ ത്രിത്വത്തോടുള്ള സ്നേഹം. ത്രിത്വമാണ് നിൻ്റെ ആത്മാവിൽ വസിച്ചുകൊണ്ട് നിൻ്റെ ഹൃദയത്തെ നിൻ്റെ സ്വർഗീയ മാതാവിനുള്ള സ്നേഹത്തിനു വേണ്ടിയും പ്രചോദിപ്പിക്കുന്നത്. നിൻ്റെ അമ്മ കൂടുതൽ തീക്ഷ്ണവും നിർമ്മലവുമായ ദൈവസ്നേഹത്തിനു വേണ്ടി തൻ്റെ വിമല ഹൃദയത്തിലത്തെ അത്രേ നിനക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. സ്വർഗസ്ഥയായ നിൻ്റെ അമ്മ കർത്താവിന് നൽകിയിട്ടുള്ള സ്നേഹം നൽകാൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും അരൂപി പൂർണ്ണമായ സ്നേഹത്തിനു വേണ്ടിയുള്ള ഉത്കടമായ ദാഹം നിന്നിൽ ജനിപ്പിക്കുന്നു. ഈ വിധം അമ്മയുടെ ഹൃദയത്തെ അന്വേഷിക്കുന്നതിന് നിൻ്റെ ആത്മാവിന് ഒരു സ്വാഭാവിക പ്രേരണ ഉണ്ടാകുന്നു. ദൈവത്തെയും അയൽക്കാരനെയും അധികമധികം സ്നേഹിക്കാൻ ഞാൻ നിന്നെ പഠിപ്പിക്കും. സ്നേഹിക്കാനുള്ള എൻ്റെ കഴിവ് നിൻ്റെ ഹൃദയത്തിന് ഞാൻ നൽകും. മറ്റാഗ്രഹങ്ങളെല്ലാം നിന്നിൽ നിന്ന് മാറ്റിക്കളയുന്നതിന് നിന്നെ ഞാൻ സഹായിക്കും. അങ്ങനെ ലളിതവും നിരന്തരവും നിർമ്മലവുമായ ഒരു സ്നേഹപ്രകരണം നിനക്ക് ഞാൻ തരും. ഈ വിധം നിൻ്റെ ദൈവവിളി നീ സാക്ഷാത്കരിക്കും. എൻ്റെ ഏകാന്തത്വം നിന്നെ സ്നേഹിക്കുന്നതിന് അഭ്യസിപ്പിക്കുന്നു. തദ്വാര എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയത്തിലെ പരിശുദ്ധ ത്രിത്വത്തെ സ്നേഹിക്കും. റോം, ജനുവരി 15, 1977. 118. നീ പൂർണ്ണമായും നവീകരിക്കപ്പെടും. വത്സല മകനെ, എൻ്റെ സഭയുടെ ശത്രു മുൻകാലത്തേക്കാൾ അധികമായി അവൻ്റെ കോപാവേശത്തിൻ്റെ ലക്ഷ്യമാക്കിയിരിക്കുകയാണ്. അവൻ്റെ ആക്രമാസക്തി വർദ്ധിച്ചു വരുന്നു. എൻ്റെ പുത്രൻ യേശുവിൻ്റെ വികാരിക്ക് ഈ സമരത്തിൻ്റെ നിർണായകമായ മണിക്കൂറിനെ പറ്റിയുള്ള അറിവ് നേരത്തെ ലഭിച്ചിരിക്കുന്നു. തന്മൂലം അദ്ദേഹം എന്നെ സഭയുടെ മാതാവായി സാഘോഷം പ്രഖ്യാപിച്ചു. ഞാൻ യേശുവിൻ്റെ യഥാർത്ഥ അമ്മയത്രേ. അതുപോലെ അവൻ്റെ മൗതിക ശരീരമായ സഭയുടെ യഥാർത്ഥ അമ്മയും ഞാൻ തന്നെ. അമ്മ എന്ന നിലയിൽ എൻ്റെ ഈ പുത്രിയെ ധാരണയോടും സദാ വർത്തമാനമായിക്കൊണ്ടിരിക്കുന്ന ദുഃഖത്തോടും കൂടെ ഇന്ന് ഞാൻ വീക്ഷിക്കുന്നു. തിരുസഭ എൻ്റെ ശത്രുവിനാൽ അധികമധികം ആക്രമിക്കപ്പെടുന്നത് കാണുമ്പോൾ എൻ്റെ ഹൃദയം വീണ്ടും വാളാൽ പിളർക്കപ്പെടുന്നു. പിശാച് സഭയിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇത് സത്യമാണ്. ഓരോ ദിവസവും അവൻ ഇരകളെ അജപാലകരുടെ ഇടയിൽ നിന്ന് പോലും കൊയ്തെടുക്കുന്നു. സർവത്ര വ്യാപിക്കാൻ വെമ്പുന്ന അന്ധകാരത്താൽ അതിൻ്റെ പ്രകാശത്തിന് മങ്ങലേൽപ്പിക്കാൻ അവന് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പുത്രൻ്റെ വികാരി ചിലപ്പോൾ സ്വന്തം മക്കളിൽ നിന്ന് താൻ മാർഗനിർദ്ദേശം നൽകേണ്ട മക്കളിൽ നിന്ന് പോലും വേർപെടുത്തപ്പെടുന്നു. ഈ സഹനത്തിൻ്റെ കുരിശ് അദ്ദേഹത്തിന് അനുദിനം വലുതായിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നവരിൽ ചിലർ അദ്ദേഹത്തോടുള്ള സ്നേഹത്താലല്ല പ്രവർത്തിക്കുന്നത്, പ്രത്യുത അഹങ്കാരത്തിൻ്റെയും ആധിപത്യം സ്ഥാപിക്കുന്നതിനുള്ള ആവേശത്തിലുള്ള ചൈതന്യത്താൽ അത്രയും. ഹൈരാർക്കിയെ ശിഥിലമാക്കുന്നതിന് അതിൻ്റെ സ്നേഹത്തെയും ഐക്യത്തെയും ബന്ധത്തെ തകർക്കാൻ സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പരസ്പരം സ്നേഹിക്കാത്തവരും സഹായിക്കാത്തവരും എത്രയെത്ര അജപാലകന്മാർ ഇന്നുണ്ട്. അവരിൽ അനേകം പേർ വിമർശനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അവർ നീതിയുടെ ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങൾ പോലും ചവിട്ടിമെതിച്ചുകൊണ്ട് അതിവേഗത്തിൽ മുന്നേറാൻ ശ്രമിക്കുകയും തന്മൂലം പരസ്പരം മാർഗതടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. സഭാജീവിതത്തെയും ആത്മാക്കളുടെയും സംബന്ധിച്ച പ്രധാന കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ആവിർഭവിക്കുമ്പോൾ പോലും സത്യത്തോടുള്ള സ്നേഹത്താൽ പ്രേരിതരായി തത്വത്തിൻ്റെയും പ്രവൃത്തിയുടെയും അഭിപ്രായ ഐക്യം പ്രദർശിപ്പിക്കുന്നവർ അവരിൽ എത്ര പേരുണ്ട്. തൽഫലമായി ഈ വൈദികർ, എൻ്റെ മാതൃസ്നേഹത്തിന് പാത്രീഭൂതരാകുന്ന എൻ്റെ ഈ പുത്രന്മാർ തങ്ങളുടെ സ്വന്തം സമ്പാദ്യങ്ങളിൽ മാത്രം അഭയം തേടുന്നു. പൊതുവായ ഈ ആശയക്കുഴപ്പത്താൽ വലിയൊരു ഭാഗം ആളുകൾ വഴിതെറ്റിപ്പോവുകയും അവർ അബദ്ധത്തിൻ്റെ ഇരകളായിത്തീരുകയും എൻ്റെ മകൻ യേശുവിൽ നിന്ന്, സുവിശേഷ സത്യത്തിൽ നിന്ന് വളരെയധികം അലഞ്ഞു തിരിയുകയും ചെയ്യുന്നു. ഈ വിധം അവരുടെ ദീപം അണഞ്ഞു പോവുകയും വിശ്വാസികൾ അന്ധകാരത്തിൽ നടക്കുകയും ചെയ്യുന്നു.
അവരിൽ എത്ര പേർ ഇപ്പോൾ സ്ഥിരമായി പാപത്തിൽ ജീവിക്കുകയും മാനസാന്തരത്തിനുള്ള എൻ്റെ അടിയന്തരമായ ക്ഷണത്തിന് തങ്ങളുടെ കാതുകളെ അടച്ചു കളയുകയും ചെയ്യുന്നു. ഇന്ന് ഏറ്റവും ഗൗരവമായ ധാർമ്മിക ക്രമക്കേടുകൾ നിയമാനുസൃതമാണെന്ന് വരുത്താൻ ശ്രമിക്കുന്ന ലോകമനസ്ഥിതിയോട് പൊരുതുവാൻ അവർ യത്നിക്കുകയും ചെയ്യുന്നു. എൻ്റെ വൈദിക പുത്രരിൽ അനേകർ പ്രാർത്ഥിക്കുന്നതില്ല. പ്രവർത്തനങ്ങൾ അവരെ ഗ്രസിച്ചു കളഞ്ഞതിനാൽ പ്രാർത്ഥിക്കാൻ ഒരു നിമിഷം പോലും കിട്ടുന്നില്ല. നീ പൂർവാധികം സുന്ദരിയാകും. പാവപ്പെട്ട എൻ്റെ സഭ, എൻ്റെ മകളെ, ഒരമ്മ എന്ന നിലയിൽ നിന്നെ ഞാൻ സമീപിച്ചു. എന്നാൽ ഞാൻ നിന്നെ രോഗിണിയായി കാണുന്നു. നീ മരണത്തോട് അടുത്തിരിക്കുന്നതായും തോന്നുന്നു. നിന്റെ ക്ലേശങ്ങളും പരിത്യക്താവസ്ഥയും എത്ര വലുത്! ഓരോ ദിവസവും എൻ്റെ എതിരാളി നിന്നെ വഞ്ചിക്കുന്ന അജപാലകന്മാരെയും അവിശ്വസ്ത ദാരസ്ഥന്മാരായി തീർന്ന പുരോഹിതന്മാരാലും നിന്നെ പ്രഹരിക്കുന്നു. ഏറ്റവും ഗുരുതരമായ നിന്റെ ഈ രോഗം നിന്റെ മേൽ ശത്രു കൈവരിച്ചെന്ന് തോന്നുന്ന വിജയം മരണത്തിലുള്ളതല്ല, അത് ദൈവത്തിൻ്റെ ഉപരിമഹിമയ്ക്ക് വേണ്ടിയുള്ളതത്രേ. അമ്മ എന്ന നിലയിൽ നീ ഏറ്റവും വേദനാജനകമായ ശുദ്ധീകരണത്തിൻ്റെ മരണയാതന അനുഭവിക്കുന്ന ഈ വേളയിൽ ഞാൻ തന്നെ നിന്നെ സഹായിക്കുന്നു. ഈ മാതൃഹസ്തങ്ങളിൽ നിന്നെ ഞാൻ എടുക്കുകയും എൻ്റെ വിമല ഹൃദയത്തോട് ചേർത്തണയ്ക്കുകയും ചെയ്യുന്നു. ഒരമ്മ എന്ന പോലെ നിന്റെ വ്രണങ്ങളിൽ ഞാൻ തൈലം പുരട്ടുകയും നീ പൂർണ്ണ സുഖം പ്രാപിക്കുന്ന വിനാഴികയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യും. സമയമാകുമ്പോൾ ഞാൻ തന്നെ നിന്നെ സൗഖ്യമാക്കും. നീ പൂർവാധികം സുന്ദരിയായിരിക്കും. നിനക്ക് ലഭിക്കാൻ പോകുന്ന പുതുജീവിതം നിമിത്തം യേശുവിൻ്റെ ദിവ്യഹൃദയത്തിൻ്റെയും എൻ്റെ വിമല ഹൃദയത്തിൻ്റെയും വിജയം ലോകമാസകലം പ്രകാശിപ്പിക്കാൻ പോകുന്ന ആ സമയത്ത് നീ മുഴുവനായി നവീകരിക്കപ്പെടുകയും പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. ഫെബ്രുവരി 2, 1977 ഉണ്ണീശോയുടെ സമർപ്പണം. 119. എൻ്റെ കരങ്ങളിൽ നിങ്ങളെ ഞാൻ സംഭവിക്കുന്നു. എൻ്റെ ദൈവമാതൃത്വത്തിൻ്റെ സ്നേഹരഹസ്യം കണ്ടാലും മാതാവെന്ന നിലയിൽ ഞാൻ എൻ്റെ ശിശുവിനെ വൈദികൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. സ്വഭവനത്തിൻ്റെ മഹിമയിൽ പ്രവേശിക്കുന്ന എൻ്റെ ദൈവത്തെ വൈദികൻ്റെ കരങ്ങളിൽ ഞാൻ ആരാധിക്കുന്നു. നിയമത്തിൻ്റെ ഓരോ വ്യവസ്ഥയും നിർവഹിക്കപ്പെടുന്നു. കാഴ്ചവെപ്പ്, ബലിയർപ്പണം, വീണ്ടെടുപ്പ് ഒരു ശിശു വൈദികന് ഏൽപ്പിക്കപ്പെടുന്നു. അദ്ദേഹത്തിനാകട്ടെ അവൻ അനേകരിൽ ഒരുവൻ മാത്രം. എന്നാൽ ശിശുവിൻ്റെ ഹൃദയമുള്ള ഒരുവന് പിതാവിൻ്റെ രഹസ്യം വെളിപ്പെടുത്തപ്പെടുന്നു. ജനക്കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട വൃദ്ധൻ്റെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളുന്നു. വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ, യഹൂദർ പ്രതീക്ഷിച്ചിരുന്ന രക്ഷകനെ സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്യുന്നതിന് വൃദ്ധൻ തൻ്റെ കൈകൾ നീട്ടുന്നു. എൻ്റെ ഭർത്താവായ ജോസഫും ഞാനും വിസ്മയത്തോടെ നോക്കി നിൽക്കുന്നു. ദിവ്യരഹസ്യം ആദ്യമായി വെളിപ്പെടുത്തപ്പെടുന്നു. ഒരു മനുഷ്യസ്വരം അതിനെ പ്രഖ്യാപനം ചെയ്യുന്നു. നിയമജ്ഞർക്കും പുരോഹിതർക്കും അത് വെളിപ്പെടുത്തപ്പെടുന്നില്ല. വിനീതരും ആത്മനാ ദരിദ്രരുമായ ആളുകൾക്ക്, ഒരു വൃദ്ധനും ഒരു സ്ത്രീക്കും അത് അനാവരണം ചെയ്യപ്പെടുന്നു. ഇവിടെ ഭാവിയിലെ ഒരു സംവിധാനം മുൻകൂട്ടി അരങ്ങേറുകയാണ്. ഈ ശിശു അനേകരുടെ രക്ഷയ്ക്കും നാശത്തിനുമായി വൈരുദ്ധ്യത്തിൻ്റെ ഒരടയാളമായിരിക്കും. അമ്മയായ എൻ്റെ ഹൃദയത്തെ ഒരു വാൾ ഭേദിക്കും. അത്ഭുതകരമെന്ന് പറയട്ടെ, അവൻ തൻ്റെ ദൗത്യനിർവഹണം ആരംഭിക്കുമ്പോൾ ഇത് തന്നെ ആവർത്തിക്കപ്പെടും. സിനഗോഗിൽ നിന്ന് അവൻ ബഹിഷ്കരിക്കപ്പെട്ടു. അവനും പലായനം ചെയ്യേണ്ടി വന്നു. നിയമജ്ഞന്മാർ, പുരോഹിതന്മാർ തുടങ്ങിയ വലിയവർ അവൻ്റെ സന്ദേശത്തെ തിരസ്കരിച്ചു. ഈ ഔദ്യോഗിക തിരസ്കരണം എൻ്റെ മാതൃഹൃദയത്തെ തുളയ്ക്കുന്നു. എങ്കിലും യേശുവിനെ പാവപ്പെട്ടവരും രോഗികളും പാപികളും സ്വാഗതം ചെയ്യുന്നു. അവൻ്റെ സ്വന്തം അവൻ്റെ സ്വരം ലളിതമനസ്കരുടെ ഹൃദയങ്ങളിൽ എത്തിച്ചേരുന്നു. ഏറ്റവും ചെറിയവർ എൻ്റെ മകന് നൽകുന്ന സ്വീകരണം എൻ്റെ മാതൃദുഃഖത്തെ തെല്ലു ശമിപ്പിക്കുന്നു. പിതാവ് അവന് നൽകുന്ന ദാനങ്ങളാണ് ചെറിയവർ. സ്വർഗരാജ്യത്തെ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്ന ചെറിയവർ അവൻ പിതാവിന് നൽകുന്ന നന്ദി പ്രകടനമത്രേ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. എൻ്റെ പ്രിയപുത്രന്മാരെ, നിങ്ങൾ ഇപ്പോൾ എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുവിൻ. എൻ്റെ സഭ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് സ്വയം തുറന്നു കൊടുക്കേണ്ടിയിരിക്കുന്നു. അനേക വർഷങ്ങൾ ധീരമായി വെല്ലുവിളികളെ കൂസൽ കൂടാതെ നേരിട്ട് നിന്ന തൂണുകളിൽ കെട്ടപ്പെട്ടിരിക്കുന്നതും നാരകീയ ശക്തികളെ അതിനെതിരെ പ്രബലപ്പെടുത്താത്തതുമായ ഒരു സൗധമാണിത്. പത്രോസിൽ അടിസ്ഥാനമിട്ടുറപ്പിച്ചിരിക്കുന്ന സ്ലീഹന്മാരുടെ കൂട്ടായ്മ
മാർപ്പാപ്പയോട് ഐക്യപ്പെട്ടിരിക്കുന്ന മെത്രാന്മാരിലൂടെ ലോകാവസാനം വരെ നിലനിൽക്കുന്നു. എന്നാൽ ഇന്നാകട്ടെ ഇരുട്ടിൻ്റെ ഈ തിമിരം ഈ സൗധത്തിലാകമാനം വ്യാപിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു. തികച്ചും നവീനമായ ഒരു പ്രകാശത്താൽ പരിശുദ്ധാത്മാവ് അതിനെ അതീവ ശോഭയാൽ ഉജ്ജ്വലിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇതിനുവേണ്ടി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എൻ്റെ പ്രിയപുത്രന്മാരുടെ സൈന്യനിരയെ ഞാൻ ഒരുമിച്ച് കൂട്ടുകയാണ്. ദൈവപിതാവിൻ്റെ മഹാസംവിധാനത്തെ ഇന്ന് സാക്ഷാത്കരിക്കാൻ വേണ്ടി അവരെ പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തണം. വീണ്ടും ഈ പദ്ധതി എൻ്റെ വിമല ഹൃദയത്തിൻ്റെ ദുഃഖത്തിനും സ്നേഹത്തിനും ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ആകയാൽ നിങ്ങൾ എൻ്റെ ഹൃദയത്തിന് ആത്മപ്രതിഷ്ഠ നടത്തണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. എൻ്റെ കരങ്ങളിൽ ഞാൻ കൊണ്ടു നടക്കുന്നതിന് നിങ്ങൾ കൊച്ചുകുട്ടികളാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഉണ്ണി യേശുവിനോട് ചെയ്തതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാലയത്തിൽ ദൈവത്തിൻ്റെ നീതിയെ സംതൃപ്തമാക്കാൻ ഒരു നവയാഗവസ്തുവായി നിങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുന്നു. ഇന്ന് വീണ്ടും എൻ്റെ വലിയവരാൽ ത്യജിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്. ഇങ്ങനെ സംഭവിച്ചാലും എൻ്റെ സ്വരം കുഞ്ഞുങ്ങൾ അധികം ശ്രവിക്കും. എൻ്റെ സ്നേഹത്തിൻ്റെ വിജയം കൈവരിക്കാൻ പോകുന്നത് എൻ്റെ ഈ കുഞ്ഞുമക്കളെ കൊണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ വായന അവസാനിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും മേലങ്കി നമ്മളെ ഓരോരുത്തരെയും അമ്മ അണിയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്നും ലോകത്തിൻ്റെ കെണികളിൽ വീഴാതെ അമ്മ ഉദ്ദേശിക്കുന്ന പരിശുദ്ധമായ ജീവിതം നയിക്കാനും നമ്മളെ ദൈവം സഹായിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന. പരിശുദ്ധാത്മാവെ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ ആരാധന. പരിശുദ്ധ ത്രിത്വം വാഴ്ത്തപ്പെടട്ടെ. യേശുവെ ആരാധന, യേശുവെ മഹത്വം.